പഹലെ ധരൺ പൂച്ച, ആദ്യം അവർ മതം ചോദിക്കുന്നു എന്ന് പറയുന്ന ഒരു സോങ് യൂട്യൂബിൽ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിങ്ങനെ പ്രചരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഈ രാജ്യത്ത് നടക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇവിടെ മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് 2014 മുതൽ ഇവിടെ നിൽക്കുന്നത്. മോദി സംഘപരിവാർ BJP കൂട്ടങ്ങൾ മുഴുവനും ദളിതരെ, പിന്നോക്ക വിഭാഗക്കാരെ, ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ അടിച്ചമർത്തി ഒതുക്കി കൂട്ടാൻ നോക്കുമ്പോഴാണ് പഹൽഗാം ആക്രമണത്തിൽ ജാതി ചോദിച്ച്, മതം ചോദിച്ചാണ് ഭീകരവാദികൾ കൊന്നത് എന്ന ഒരു കാരണത്തിന്റെ പേരിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നത്. ആഗ്രയിൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നു. അതിനുശേഷം അവിടെ കൊന്നതിന് ശേഷം എന്താ വിളിച്ചു പറഞ്ഞേ? നിങ്ങൾ കേട്ടതല്ലേ? 26-ന് പകരം നിങ്ങളുടെ എല്ലാം തലയെടുക്കും, നിങ്ങൾ പാകിസ്ഥാനിൽ പോയി തൊലയേ എന്ന്. ഇവിടെ ഗുജറാത്ത് കലാപം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ നരോദ പ്യാട്ടിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഗോദ്ര ട്രെയിൻ അപകടം ഉണ്ടായിട്ടുണ്ട്, ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ ഇവിടെ കൊലവിളിച്ചിട്ടുണ്ട്. ഇപ്പോഴും UP-യിലും ഉത്തരേന്ത്യയിലും മുഴുവനും മുസ്ലിങ്ങൾക്ക് സ്വസ്ഥമായി, പിന്നോക്ക വിഭാഗക്കാർക്ക് സ്വസ്ഥമായി അവരുടെ ആരാധന പോലും നിർവഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ മാറുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിന്ദുക്കൾ ഇങ്ങനെ ചെയ്യുന്നു, ഹിന്ദുക്കൾ എല്ലാവരും ഇത്തരക്കാരാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, ബാബരി പൊളിച്ച് അയോധ്യ പണിതല്ലോ, അപ്പോഴെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു മുസ്ലിം ആംഗിളുകളിൽ നിന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ശബ്ദം ഇങ്ങനെ ഉയർന്ന് ഈ നാട്ടിലെ ഹിന്ദുക്കൾ മുഴുവൻ കുഴപ്പക്കാർ എന്ന് പറയുന്നത്? ഇല്ല. ആ സംസ്കാരം അതല്ല പറയുന്നത്, ആ സംസ്കാരം അതല്ല ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രമേൽ അടിച്ചമർത്തപ്പെടുമ്പോഴും ഇത്രമേൽ ആക്രമിക്കപ്പെടുമ്പോഴും മറ്റുള്ളവനെ സ്വീകരിക്കുന്നതിന്റെ, ഇൻക്ലൂസീവ് ഓഫ് കൾച്ചറിന്റെ ഒരു രീതി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളും ഈ നാട്ടിലെ മുസ്ലിം സമുദായവും നിശബ്ദമായി നിൽക്കുന്നത്. കാശ്മീരിൽ ആരതി കേരളത്തിൽ വന്നതിന് ശേഷം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. കശ്മീരിലെ ആ സുഹൃത്തുക്കളെ അവരെൻ്റെ അനിയനോ ജ്യേഷ്ഠനോ എൻ്റെ രക്തബന്ധമായി തോന്നി, ഞാൻ അവിടെ അവശേഷിപ്പിച്ചു വന്നത് വലിയ രീതിയിലുള്ള എൻ്റെ ബന്ധുക്കളെയാണെന്ന് പറയുന്ന രീതിയിൽ മരണപ്പെട്ടു പോയ കുതിരസവാരിക്കാരൻ ഇന്നും കശ്മീരിന്റെ ചോദ്യചിഹ്നമായി, കശ്മീരിന്റെ യഥാർത്ഥ ചിത്രമായി ഈ മതേതര മണ്ണിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ നാട്ടിൽ സംഘപരിവാർ കൂട്ടങ്ങൾ, ചില ആളുകൾ ഇങ്ങനെ മുസ്ലിം ആക്രമണത്തിന് വേണ്ടിയുള്ള ഒരു ലൂപ്പ് ഹോളായി, ഒരു ടാക്ടിക്സായി, ഒരു നയതന്ത്രമായി പഹൽഗാമിനെ മാറ്റിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ നാട്ടിൽ ഇത്രമേൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടായി, ഭീകരവാദികളെ പിടിക്കാൻ പറ്റാതിരിക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ നാളെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും ഈ നാട്ടിൽ ഭരണകൂടവും നിശബ്ദമാകുന്നു, ഈ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളും നിശബ്ദമാകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, എത്രമേൽ ശക്തമായി ഈ സർക്കാർ പറയണം. ഇവിടെ ഇന്ത്യ എന്ന വികാരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ്. ഈ രാജ്യം മത എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് മാറ്റി നിർത്തി എല്ലാ ഇന്ത്യക്കാരൻ്റെയും ഉള്ളിൽ തിളക്കണം. ഭീകരവാദത്തിനെതിരായ ഒന്നിച്ചുള്ള പോരാട്ടം എന്ന് പറയേണ്ടതിന് പകരമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണാതെ പോകരുത്.